ജ്യോതിദർശന കൗൺസിലിംഗ് സെന്ററിന്റെ നേതൃത്വത്തിൽ വിഡോസ് മീറ്റ് 2026 സംഘടിപ്പിച്ചു. സംഗമത്തിൽ പ്രചോദനാത്മക ക്ലാസുകൾ, സംവാദങ്ങൾ, കൂട്ടായ്മ പ്രവർത്തനങ്ങൾ, ഗെയിമുകൾ, ഹൈ ടീ എന്നിവ ഉണ്ടായിരുന്നു. ഫാദർ ഡോക്ടർ ജിൽസൺ ജോൺ, റാണി ജോഷി എന്നിവർ ക്ലാസുകൾ നയിച്ചു. ജീവിതത്തിന്റെ പ്രയാസങ്ങളും ഏകാന്തതകളും അതിജീവിച്ച് മുന്നേറുന്ന സഹോദരിമാർക്കായി ജ്യോതിദർശന കൗൺസിലിംഗ് സെന്റർ സൗജന്യമായി വിഡോസ് മീറ്റ് 2026 എന്ന പേരിൽ ഹൃദയ സംഗമം സംഘടിപ്പിച്ചു. ജ്യോതിദർശന കൗൺസിലിംഗ് സെന്റർ 2012 മുതൽ ഇവിടെ പ്രവർത്തിക്കുന്നു. ഇവിടെ എല്ലാവിധ കൗൺസിലിംഗ് സൗകര്യങ്ങളും ലഭ്യമാണ്. കുട്ടികൾക്കുള്ള കൗൺസിലിംഗ്, ലേണിംഗ് ഡിസബിലിറ്റി, പഠനത്തിലെ പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്കുള്ള കൗൺസിലിംഗ്, ഫാമിലി പ്രോബ്ലംസ്, അതുപോലെ മദ്യം, മയക്കുമരുന്നിന് അടിമകളായിട്ടുള്ളവർക്കുള്ള കൗൺസിലിംഗ്, അങ്ങനെ എല്ലാവിധ കൗൺസിലിംഗ് സർവീസുകളും ഇവിടെ ലഭ്യമാണ്. ഇവിടെ ധാരാളം ആളുകൾ വരികയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കൗൺസിലിംഗ് മാത്രമല്ല ഇവിടെ ഉള്ളത്, കൗൺസിലിംഗ് സർട്ടിഫിക്കറ്റ് കോഴ്സുണ്ട് ഇവിടെ. അത് കോഴിക്കോട് സർവകലാശാലയുടെയാണ്. അത് പ്രധാനമായിട്ടും 6 മാസത്തെ കോഴ്സാണ്. 30 സാറ്റർഡേയ്സിലാണ് അത് നടത്തുന്നത്. അത് പാസ്സായി കഴിഞ്ഞാൽ സ്കൂളിലും കോളേജിലൊക്കെ കൗൺസിലറായിട്ട് ജോലി ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പോഴത്തെ ബാച്ചിൽ 48 പേരുണ്ട്. ഇതിനു മുമ്പത്തെ ബാച്ചിൽ 50 പേര് പൂർത്തിയായി പോയി. ആ 50 പേരിൽ ഭൂരിപക്ഷം ആളുകളും തന്നെ സ്കൂളിലൊക്കെ കൗൺസിലറായിട്ട് ജോലിയിൽ കയറിയിട്ടുണ്ട്. മറ്റു ചിലർ വീട്ടിൽ തന്നെ കൗൺസിലിംഗ് സൗകര്യം ലഭ്യമാണ് എന്നുള്ള ബോർഡ് വെച്ചുകൊണ്ട് കൗൺസിലിംഗ് നടത്തുന്നുണ്ട്. അതുകൊണ്ട് കൗൺസിലിംഗ് സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇവിടെ നന്നായിട്ട് നടന്നു വരുന്ന ഒന്നാണ്. എല്ലാ സാറ്റർഡേയിലും മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അത് ടീച്ചേഴ്സിനൊക്കെ വളരെ ഉപകാരപ്രദമാണ് അത് അറ്റൻഡ് ചെയ്യാനായിട്ട്. അങ്ങനെ ഇത് ഒരു സമൂഹത്തെ വളർത്തുന്ന ഒരു സെൻ്ററായിട്ടാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. ഇതിലേക്ക് കടന്നു വരുന്ന എല്ലാവർക്കും പ്രത്യേകവിധമായിട്ടുള്ള സ്വാഗതം ഞാൻ ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. പരസ്പരം പരിചയപ്പെടാനും അനുഭവങ്ങൾ പങ്കുവയ്ക്കാനും പുതിയ പ്രതീക്ഷകളും ആത്മവിശ്വാസവും നേടാനും ഉതകുന്ന വിധമായിരുന്നു സംഗമം. സംഗമത്തിൽ പ്രചോദനാത്മക ക്ലാസുകൾ, സംവാദങ്ങൾ, കൂട്ടായ്മ പ്രവർത്തനങ്ങൾ, ഗെയിമുകൾ, ഹൈ ടീ എന്നിവ ഉണ്ടായിരുന്നു. ബുധനാഴ്ച ഉച്ചകഴിഞ്ഞ് 2:30 മുതൽ 4:30 വരെ നടന്ന പരിപാടിയിൽ ജ്യോതിദർശന ഡയറക്ടർ ഫാദർ ഡോക്ടർ ജിൽസൺ ജോൺ, റാണി ജോഷി എന്നിവർ റിസോഴ്സ് പേഴ്സൺമാരായി ഇവിടെ എപ്പോഴാണ് നിങ്ങളുടെ മികച്ച ജീവിതം എന്ന വിഷയത്തിൽ ക്ലാസുകൾ നയിച്ചു. അതിൽ 2-3 പോയിന്റുണ്ട്. അതിലൊന്ന് കാഴ്ചപ്പാടുകൾ വലുതാക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അമേരിക്കയിലെ വലിയ ഒരു ഉല്ലാസ കേന്ദ്രമാണ് ഹവായ് ദ്വീപ്, ഹവായ് ഐലൻഡ് എന്ന് പറയുന്നത്. ഒരു മനുഷ്യനും ഭാര്യയും കൂടി അവധിക്കാലം ചെലവഴിക്കാനായിട്ട് ഹവായ് ദ്വീപിൽ പോയി. അവിടുത്തെ ഒരു സ്റ്റാഫ് ഒരു ദിവസം അവരെ കൊണ്ടുപോയി ദ്വീപ് മുഴുവൻ കാണിച്ചു. അവിടെ കണ്ട കൊട്ടാരസമമായ ഒരു വീട് അവരെ അത്ഭുതപ്പെടുത്തി. ആ വീട് ഒരു കുന്നിൻ്റെ മുകളിൽ വിരാജിച്ചു നിൽക്കുന്ന നല്ലൊരു വീട്, നല്ല പൂന്തോട്ടം, ലോണുകൾ, ഫൗണ്ടൻസ്, നല്ല ലൈറ്റുകൾ എല്ലാം. അത് കണ്ടു കഴിഞ്ഞപ്പോൾ ആ മനുഷ്യൻ ഭാര്യയോടും ആ സ്റ്റാഫിനോടുമായിട്ട് പറഞ്ഞു, ഇതുപോലൊരു വീട്ടിൽ താമസിക്കുക എന്നത് മനസ്സിൽ സങ്കല്പിക്കാൻ പോലും എനിക്ക് സാധിക്കുന്നില്ല. ഇതുപോലൊരു വീട്ടിൽ താമസിക്കുക എന്നത്. അവിടെ നിന്ന് ഒരു മാനേജ്മെന്റ് വിദഗ്ധൻ ഇത് കേട്ടിട്ട് പറഞ്ഞു, താങ്കൾ ഒരിക്കലും ഇതുപോലൊരു വീട്ടിൽ താമസിക്കുകയില്ല. അപ്പോൾ അയാൾക്ക് വലിയ അതിശയമായി. അത് ടൂറിസ്റ്റാണ്, അത് നേരത്തെ പരിചയമില്ലാത്ത ആളാണ്. എന്താണ് അങ്ങനെ പറയാൻ കാരണമെന്ന് ചോദിച്ചു. കാരണം ആരായി തീരണമെന്ന ആഗ്രഹം നിങ്ങൾക്ക് ആദ്യമേ ഉണ്ടാകണം. അത് ഭാവനയിൽ കാണുവാൻ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ എത്തുവാൻ സാധിക്കുകയില്ല. ഇതാണ് ആ മാനേജ്മെന്റ് വിദഗ്ധൻ പറഞ്ഞത്. എന്തായി തീരണം എന്നുള്ള ഒരു ആഗ്രഹം നമുക്ക് ഭാവനയിൽ കാണാൻ സാധിക്കും. എന്നാലേ നമുക്ക് അവിടെ എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. നിങ്ങളുടെ വളർച്ചയുടെ ഏറ്റവും വലിയ വിലങ്ങ് തന്നെ നിങ്ങളുടെ വിഷനാണ്, നിങ്ങളുടെ കാഴ്ചപ്പാടുകളാണ്. നമ്മുടെ വളർച്ചയെ ചെറുതാക്കുന്നത് നമ്മുടെ കാഴ്ചപ്പാടുകളാണ്. അതുകൊണ്ട് ആദ്യം വേണ്ടത് എല്ലാവരുടെയും വിഷൻ, കാഴ്ചപ്പാടുകൾ വലുതാക്കുക. നാം ആഗ്രഹിക്കുന്നവ മനസ്സിൽ കാണുവാൻ സാധിക്കുന്നില്ലെങ്കിൽ, ഭാവനയിൽ ദർശിക്കുവാൻ സാധിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അത് ഉണ്ടാകാൻ പോകുന്നില്ല. CMI കോൺഗ്രിഗേഷൻ വികാർ ജനറൽ ഫാദർ ബെന്നി നൽക്കര CMI മുഖ്യ അതിഥിയായിരുന്നു. അദ്ദേഹത്തെ ചടങ്ങിൽ ആദരിച്ചു. CMI സഭയുടെ മൂവാറ്റുപുഴ കാർമൽ പ്രൊവിൻസിൻ്റെ അജപാലന ശുശ്രൂഷകളുടെ ഭാഗമായിട്ട് പുല്ലുവഴിയിലെ ജ്യോതിദർശന കൗൺസിലിംഗ് സെൻറ്റർ കഴിഞ്ഞ 14 വർഷമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറെ പ്രത്യേകമായി മാനസിക ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട കർമ്മപരിപാടികളും സഹായങ്ങളുമൊക്കെയാണ് ഈ സെൻറ്ററിൽ നിന്ന് ലഭ്യമാകുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ മെൻ്റൽ വെൽനെസ്,
മാനസികാരോഗ്യം അല്ലെങ്കിൽ മാനസിക സുസ്ഥിതി എന്ന് പറയുന്നത് ഇന്ന് വളരെയധികം പ്രാധാന്യം കൊടുത്ത് നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. ജീവിതശൈലി രോഗങ്ങൾ നമ്മളുടെ ഫിസിക്കലായിട്ടുള്ള ശാരീരികമായ ആരോഗ്യത്തെ പല രീതിയിൽ ബാധിക്കുന്നു. അതുകൊണ്ട് തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട ടെസ്റ്റുകൾക്ക്, പരിശോധനകൾക്കൊക്കെ നമ്മൾ ഇന്ന് തുടർച്ചയായിട്ട് വിധേയരാവുകയും അതിനുവേണ്ട ചികിത്സകൾ തേടുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് മാനസിക സുസ്ഥിതി, മെൻ്റൽ വെൽനെസ് എന്നുള്ളത് ഇന്ന് സമൂഹവും മനുഷ്യരുമൊക്കെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ മറ്റ് രീതിയിലുള്ള പരിശോധനകൾക്ക് പോകുന്നത് പോലെ തന്നെ ഒരുപക്ഷെ ജീവിതത്തിൽ നമ്മളുടെ തിരക്കുകൾക്കിടയിൽ ഒക്കെ ഇതുപോലുള്ള കൗൺസിലിങ്ങിനും മറ്റ് മെൻ്റൽ വെൽനെസ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ വിധേയരാകുന്നത് തീർച്ചയായിട്ടും നമ്മുടെ മാനസികമായ ആരോഗ്യം മെച്ചപ്പെടുത്തുമെന്നുള്ളത് സംശയമില്ല. മെച്ചപ്പെട്ട മനസ്സിനുടമകളുള്ള ആളുകൾ ഉള്ളിടത്താണ് മെച്ചപ്പെട്ട ഒരു സമൂഹം ഉണ്ടാകുന്നത് എന്നതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ അത്തരത്തിൽ മെച്ചപ്പെട്ട ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ വേണ്ടി ജ്യോതിദർശന കൗൺസിലിംഗ് സെൻറ്റർ വിവിധങ്ങളായിട്ടുള്ള പദ്ധതികൾ വിഭാവനം ചെയ്ത് അതുമായിട്ട് ബന്ധപ്പെട്ട കൗൺസിലിംഗ് പദ്ധതികൾ, കോഴ്സുകൾ, സഹായങ്ങളെല്ലാം ഇവിടെ നൽകുന്നുണ്ട്. പ്രത്യേകിച്ചും ലേണിംഗ് ഡിസബിലിറ്റി പഠന കാര്യങ്ങളിൽ ബുദ്ധിമുട്ടനുഭവപ്പെടുന്ന വിദ്യാർത്ഥികളെ സഹായിക്കാൻ, അതുവഴി അവരുടെ കുടുംബങ്ങളെ സഹായിക്കാനൊക്കെ ഈ സെൻറ്ററിൻ്റെ പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും സഹായിക്കുന്നുണ്ട്. കൗൺസിലർ റാണി ജോഷി, കോർഡിനേറ്റർ സിജു ടി പോൾ, ഫാദർ ജോസ് കാര്യമഠം CMI എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. വിഭവസമൃദ്ധമായ സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു. ഈ സ്ഥാപനത്തിൻ്റെ പേര് ജ്യോതി ദർശന എന്നാണല്ലോ. ജ്യോതി എന്നാൽ പ്രകാശം എന്നാണ് അർത്ഥം. ദർശന എന്ന് പറഞ്ഞാൽ ഫിലോസഫി, കാഴ്ചപ്പാട്. അപ്പോൾ നല്ല നല്ല കാഴ്ചപ്പാടുകൾ നൽകുന്ന ഒരു പ്രകാശ ഗോപുരമായിട്ട് ഈ സ്ഥാപനം ഇതുവരെ നിന്നിട്ടുണ്ട്. ഇനിയും അങ്ങോട്ട് ഇത് അങ്ങനെ തന്നെ നിലനിൽക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി എൻ്റെ വാക്കുകൾ ഞാൻ ചുരുക്കുന്നു. ന്യൂസ് ഡെസ്ക്, മീഡിയ സിറ്റി, പെരുമ്പാവൂർ.